Hey, hello. Welcome to my YouTube channel. Hope all of you are doing great. അപ്പോൾ ഇന്നുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ടിംഗ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വരുമ്പോൾ കയാക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതായി അവതരിപ്പിക്കുന്നു സോപ്പി ഫുട്ബോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പോടിൽ ഇങ്ങനെ ഫുട്ബോൾ കളിക്കണ ഒരു സംഭവമില്ലേ. മെയിൻ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിൽ എൻ്റർടൈൻമെൻറ്റ് അതിൽ, അല്ലാണ്ട് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു രാത്രി. പക്ഷേ നമ്മുടെ ടൈം കഴിഞ്ഞു പോയത് കാരണം നമുക്ക് ഇവിടെ കയറാൻ പറ്റിയില്ല. നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് ആ സ്ലോട്ട് നമുക്ക് ഇന്ന് രാവിലത്തേക്ക് തന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ അതിലും നേരത്തെ എത്തി. ഇന്നലെ ഹാഫ് ആൻ അവർ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇന്ന് ഹാഫ് ആൻ അവർ 1 hour ഏർലി നമ്മൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പ്രത്യേക ഭംഗിയായിരുന്നു ഓരോ വീഡിയോ ഷോട്ടും എനിക്ക് എടുക്കാനായിട്ട്. അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു വീഡിയോ എടുക്കാൻ. പായലൊക്കെ കിടക്കണം വല്ലാണ്ട്. വെള്ളമാണ്, പക്ഷെ വെള്ളം ഉണ്ടെന്ന് തന്നെ അറിയാൻ പറ്റണില്ല. ഇത് നോക്ക്, ഇത് അവിടെ നിന്ന് കുറേ അറ്റം വരെയൊക്കെ ഉണ്ട്. ആ സൈഡിലേക്കും ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ലല്ലേ. ഇതെന്താണ് ഇങ്ങനെയാന്ന് ഞാൻ ആലോചിക്കണം. പക്ഷെ വെള്ളമാണ്, വീണ് കഴിഞ്ഞാൽ അങ്ങോട്ട് വീണ് പോകുമ്പോൾ തോന്നുന്നുണ്ട് നോക്ക്. ബട്ട് രസമുണ്ട് കാണാനായിട്ട്. അപ്പുറത്തൊക്കെ നോക്കി, ആ വീടൊക്കെ വില്ലാസാണെന്ന് തോന്നണം. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ 1 hour നമുക്ക് അവർ ടൈം തരിക. ഇന്നലെ നമ്മൾ 8 to 9 എടുത്തിരുന്നത്. ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, വീട്ടിലെത്തി, വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി, പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ 8 to 9 ആയിരുന്നു. 9 to 10 സ്ലോട്ടിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇറങ്ങി കൊടുക്കേണ്ടി വരും. നമ്മളിവിടെ ഒരു 8:30 കഴിഞ്ഞു എത്തിയപ്പോൾ. പിന്നെ എന്തായാലും നമ്മുടെ പൈസ വെറുതെ പോകുമെന്ന് ഇവിടെ ഉള്ളൊരു ഇൻസ്ട്രക്ടർ പറഞ്ഞത് കാരണം നമ്മൾ വേറെ എന്താ വഴി ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ നാളെ രാവിലെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് ഇവിടുന്ന് പോയത്. അപ്പോൾ ഈ സ്ഥലം എനിക്ക് വലിയ ഇതില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും എഴുതി കാണിക്കാൻ ഞാൻ വന്ന ടൈമിൽ ഞാൻ പറയുകയും ചെയ്യാം. ഇത് എത്രത്തോളം എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകും എനിക്ക് അറിയില്ല. കാരണം ഇങ്ങനെ സോപ്പി ഫുട്ബോൾ അല്ലേ, ഞാൻ അതിനങ്ങനെയായിട്ട് പറയുന്നത്. ഇതിന് കറക്റ്റ് ഒരു വേർഡ് ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഞാൻ സോപ്പി ഫുട്ബോൾ എന്നാ പറയാം. ഓക്കെ, അപ്പോൾ അത് ആയത് കാരണം എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ കളിക്കുക. അവിടെയാണ് നമ്മുടെ ഡ്രസ് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ പിന്നെ നമ്മുടെ ഇൻസ്ട്രക്ടറും ഇവിടുത്തെ ഓണറൊക്കെ വരിക. പക്ഷേ അവർ വന്നിട്ടില്ല. നമ്മൾ എല്ലാവരും ഓൺ ടൈം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഇൻസ്ട്രക്ടർ ഗൈഡ് എന്നൊക്കെ പറയാം, ആൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് കയറാൻ പോണെയാണ്. അപ്പോഴേക്കും ഞാൻ ഇന്നലെ എടുത്ത കുറച്ച് ക്ലിപ്സ് കണ്ടിട്ട് വാ. ഓക്കെ, ആക്ച്വലി നമ്മുടെ മിസ്റ്റേക്കാണ്. നമുക്കിവിടെ നേരത്തെ എത്തണമായിരുന്നു. നമ്മൾ 8 to 9 സ്ലോട്ടിലായിരുന്നു. 9 ഇപ്പം എത്ര മണിയാണെന്നറിയോ? 8:45 നമ്മൾ ഇവിടെ എത്തിയപ്പോൾ. ഇനിയിപ്പോൾ എന്തായാലും കയറിയിട്ടൊരു കാര്യമില്ല. 9 മണീൻ്റെ ആൾക്കാർ ഇപ്പം തന്നെ ഇവിടെ എത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ രാവിലത്തെ 8 മണിക്ക് വരാനുള്ള കരാറിൽ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. പക്ഷേ എനിക്ക് ഈ സെറ്റപ്പ് കണ്ടപ്പോഴാണ് കുറച്ച് എക്സൈറ്റ്മെൻറ്റും എനർജിയൊക്കെ വന്നത്. ഇത്ര നേരം എനിക്ക് എന്ത് എന്നൊക്കെ പറഞ്ഞാൽ അവന്മാർ നിർബന്ധിച്ചത് കാരണം വന്നതാണ്. പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഐ ആം എക്സൈറ്റഡ് നാളെ എന്താകുമെന്ന്. എന്തെങ്കിലും പക്ഷേ നമ്മൾ വന്നപ്പോഴാണ് ഇതൊക്കെ പൂരിപ്പിച്ചേട്ടാ. പക്ഷെ നല്ല രസത്തിലേക്ക് ഇപ്പോഴൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ വന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള സമയം രാവിലെ കാണാം. ലേറ്റ് ആയ ആൾക്കാരെ കാണിക്കാം. ലേറ്റ് ആയ ആൾക്കാരെ നമുക്ക് നാളെ കാണിക്കാം. അല്ലെങ്കിൽ കാണിച്ചോ. ഈ 22 ഇട്ട് നിൽക്കുന്ന ചെക്കൻ ഫസ്റ്റ് ഇറങ്ങിയിട്ട്, എന്നിട്ട് ഇവര് ലാസ്റ്റാണ് എത്തിയത്. നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങിയിട്ട് സെക്കൻഡ് എത്തിയത്. ഇത് ആ വെള്ള ചിരിച്ചോണ്ടിരിക്കണത്, ഈ മുടിയിരണത്. ഇത് കണ്ട, ഇതാണ് ടർഫാ, ഇനി എന്താ പറയാന്ന് എനിക്കറിയില്ല. ആ സംഭവം സൂപ്പി ഫുട്ബോൾ എന്നാണ് ഞാൻ പറയണ. ഇതിൽ എന്താണ് ആക്ച്വലി പറയുന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാനർ. പോയതായിരുന്നു, പക്ഷെ എവിടെയോ നമുക്ക് പാളിപ്പോയി. എന്താണ് അപ്പോ ആക്ച്വലി സംഭവിച്ചത്? ഇൻട്രോ
അത് മതി. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് ചാച്ചാ ബൈ ബൈ പറയണേ. നമുക്ക് നാളെ രാവിലെ കാണാം. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അവന് വീഡിയോ എടുക്കരുതെന്ന്. അപ്പം ഞാൻ എടുക്കും. മുനീഫാണ് 11. ഇതാണ് അവൻ്റെ കാല്. നമ്മൾ ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇതിനകത്ത് കയറാൻ. എന്നല്ല നമുക്ക് നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെയാണ് ആ സാധനം വീർപ്പിക്കുക. കണ്ടോ എന്തോ മെഷീൻ വെച്ചിട്ട് കണ്ടാ വീർക്കണുണ്ടോ? പിന്നെ അവിടെയൊക്കെ വീർക്കും. ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പുറം പോയി നിന്ന് പയ്യെ പയ്യെ വീർത്ത് വരുന്നുണ്ട്. ഫുൾ സെറ്റ്. ഇത് ഡ്രസ്സ് മാറാനുള്ള ഏരിയ ഉണ്ടാ. ആ ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ. ഡ്രസ്സ് മാറ്റാനുള്ള ഏരിയ ഇതാണ്. ഡ്രസ്സ് മാറ്റാനുള്ള ഏരിയ. ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ. വാവ്, ഹായ്, സൂപ്പറായിട്ടുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് ഇതുപോലെ തരണം. മാത്രമേ നിൽക്ക്. ഓക്കെ, അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റട്ടാ. സോ ഈ സമയം കളയാൻ ഡ്രസ്സ് മാറിയിട്ടാണ്. ഓൾ സെറ്റ്. ഇനി മുടി കെട്ടണം. ആ ചുരി വെച്ചാൽ നിങ്ങൾ ചുരി വെച്ചു. നിങ്ങൾ ആ ചെയ്തിയാ കിട്ടിയില്ല, അത് പോയി. ഇന്നലെ ഒരാൾ ആ ചുരി വെച്ചിട്ട് പോയി. ഇവിടില്ല തോന്നുന്നു. കാരണം മൈരാജിലാതെ ഞാൻ കൂടി ഒരു ഓർമ്മ എനിക്കുണ്ട്. മുടി നോക്കുകയാണ്. പോസ്റ്റ് പാർട്ടം ഡെപ്രഷൻ. ഓക്കെ, ഇനി മുടി കെട്ടി വെച്ച് മുടി കിരീടം വെച്ചു കൊടുക്കുകയാണ് എല്ലായിരിക്കും. കളി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ തല വേണം. ആ നീ വെച്ചാ റെഡും ബ്ലൂ. ഞാൻ ഇത് ടീമായിരിക്കും. നീ ഏത് ടീം നമ്മ മൂന്നൊരു ടീമായിട്ട് കാര്യമില്ല. ഇവൾക്ക് ഭ്രാന്താണ്ട വെറുതെ നോക്കി സംസാരിക്കും. ഫുഡ് കഴിക്കാതെ ചീച്ചിൽ നഫ്ന, നിനക്ക് ഇങ്ങനെ കാണാൻ പറ്റിയിട്ട് എത്രയാണ്? താത്തമ്മേ എങ്ങനെയുണ്ട്? എടി മൂക്കുത്തി പോവോ? ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടില്ലേ? നല്ല രസമുണ്ട്. അപ്പൊ നൈസെന്നൊരു വീഡിയോ എടുത്തേക്കാം. എനിക്കൊന്നും കാണാൻ പറ്റില്ല ആക്ച്വലി. ഫോണില് വെട്ടെന്റെ മുഖത്തേക്ക് വെട്ടടിക്കാനാണ്. പക്ഷെ ഫോട്ടോ എടുത്തിട്ട് നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാം. ഒന്നും കാണാൻ പറ്റുന്നില്ല. കയ്യിലെന്താ ബാൻഡേജും കൂടി കെട്ടാനുണ്ട്. ഇതെന്തിനാണ് മുനീറെ കെട്ടിയത്? ഓ വാവ്, കൈയൊടിയാണ്ടിരിക്ക. വാവ് വാവ്, കാണിക്ക്. ആ ഊരി പോകൂല, എന്നാലും മാറ്റി വെക്കാം അല്ലേ? ആ ഓക്കെ, തിരിച്ചു തരൂലേ?
ഞങ്ങളിവിടെ എത്തിയതിനു ശേഷമാണ് അവരിതൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ സോപ്പുകളിലൊന്നും ഒഴിക്കണം അവൻ ഒറ്റക്കായിരുന്നു കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവരവിടെ സെറ്റാക്കിയതായാലും നമ്മളെ റെഡിയാക്കിയതായാലും ഒക്കെ അവൻ ഒറ്റക്കാ ചെയ്തിരുന്നത്. ഞങ്ങൾ വരുന്ന വരാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവനവന്റെ ജോലി വൃത്തിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാ. 1 2 3 സ്റ്റാർട്ടാ. പറ ഇപ്പല്ല വീഡിയോ ഇല്ല ഇതിനങ്ങ് വന്നതിന് ശേഷമാണ് അവര് സെറ്റ് ചെയ്യണത്. ചിലപ്പോ തമ്മിന് വന്നില്ലെങ്കില വെറുതെ സെറ്റ് ചെയ്യണം, വെറുതെ ഇതാവില്ല. അതുകൊണ്ട് നമ്മളെ കണ്ടാ മാത്രമേ അവരിതൊക്കെ സെറ്റ് ചെയ്യുള്ളൂ. വീഴോ നമ്മ എന്താ പെടലി ഒളിഞ്ഞ ആൾക്കാരെ പോലെ തലയിലേക്ക് ഹെൽമെറ്റും കയ്യിലേക്ക് ഒരു ബാൻഡും ആയിരുന്നുണ്ടായിരുന്നു നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട്. ഇങ്ങനെ വെള്ളമൊഴിക്കും. അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടാ. ഫസ്റ്റ് തന്നെ അവർ നമ്മളൊന്ന് ജസ്റ്റ് നനച്ചിട്ടാണ് ഉള്ളിൽ കയറ്റിണ്ടായിരുന്നത്. അപ്പൊ ഇത്രയൊക്കെ സോപ്പ് പൊടി ഇട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നൊന്നും തന്നെയുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഓടിയ ചിലപ്പോൾ വീഴുമായിരിക്കും. തുടങ്ങിയിട്ടില്ല ഇതുവരെ, പക്ഷെ നമ്മൾ തുടങ്ങും. പതപ്പിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഒരാൾ കാണിച്ചു തരാം. With my team. ഞാൻ കുറച്ചെടുത്തേക്ക് ഫോം മാറ്റിക്കട്ടെ, കളിക്കാൻ പറ്റൂല. അമ്മ അത് കാണിച്ചൊന്നും കൂടി. വോയിസ് നല്ല സൂപ്പറായിട്ട് കളിക്കണ്ടായിരുന്നു. എനിക്ക് വീഴോന്നുള്ള പേടിയോ കളിക്കാനുള്ള മടിയോ ഒക്കെ ആയിട്ട് ഞാൻ കുറെ റെസ്റ്റ് എടുക്കണ്ടായിരുന്നു. അവനെ ഇടക്കിടക്ക് ഫോൺ എടുത്ത് വെക്കാൻ പറയാണ്. എനിക്ക് പറ്റണ്ടേ. എന്നാ പിന്നെ ഞാൻ കുറച്ചെടുത്ത് കളിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് മിസ് ചെയ്യില്ലേ. നല്ല രസമായിരുന്നു കേട്ടോ കളിക്കാനൊക്കെ. പക്ഷെ ഞാൻ കളിക്കാനുള്ള മൈൻഡ് സെറ്റ് ആക്കി വരുമ്പോഴത്തേക്കും ബോൾ എനിക്ക് കിട്ടണ്ടേ. ഇവർക്ക് ഭയങ്കര ഹൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരടി തന്നെ ഏറ്റവും അറ്റം വരെ പോയി നിൽക്കും. എനിക്ക് അവരെ അടുത്ത് ബീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റണ്ടേ. അമ്മ ധൈര്യമായിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ ഗോൾ അടിച്ചില്ലേ. തളർന്ന് വാടിക്കുഴഞ്ഞ് ഇവിടെ ഇരിക്കണേണ്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ടൈം ഔട്ട് ആവുന്നതാണ്. ഇവര് പിന്നെയും കളിക്കുന്നുണ്ട്. എനിക്ക് വയ്യ, മതിയ. ഇതുങ്ങളൊക്കെ എങ്ങനെ കളിക്കണ, ഇതുങ്ങളൊക്കെ എങ്ങനെ കളിക്കണല്ലേ.
കിടപ്പല്ല. ആക്ച്വലി 2 ബോൾ വേണമായിരുന്നു, നല്ല കളിക്കാൻ രസമുള്ളൂ. ഒരു ബോൾ വെച്ച് കളിച്ചിട്ട് രസമില്ല. ഒരു പന്തിന്റെ പിറകിൽ നമ്മൾ ഭ്രാന്തന്മാരാണ്. അല്ലാണ്ട് നമുക്ക് അറിയാത്ത കൊണ്ടല്ല കളി. ചൂടെടുക്കണമേ, വേർത്ത് കളിച്ചട്ടെ. എണീച്ച് പോടാ വീട്ടില്. ഇവ രണ്ടേരും ചെറുത് പോവൂല. ആ ഒരാളെങ്കിലും നമ്മുടെ പോലെ ഇരിക്കണം. ടൈം ഔട്ടായി. നമ്മളടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. ഈ വീഡിയോ കാണുമ്പോ യസ്താൻ പറയും നൂനു എന്നെ കൊണ്ടുപോയില്ല, നൂനു എന്നെ എവിടെയും കൊണ്ടുപോകണില്ല എന്ന്. യസ്താൻ ഡോൺ പറ, നിന്നെ ഞങ്ങ വലുതായിട്ട് കൊണ്ടുപോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മ ഈ അടുത്തന്നെ ലുലുമാലി പോവാം നമുക്ക്, ഫയറാൻ യസ്താനേക്കായിട്ട്. ഓക്കെ യസ്താൻ ഡോൺ പറ, കരയരുത്. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. യസ്താൻ സബ്സ്ക്രൈബ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കണം കേട്ടോ യസ്താൻ. ഐ ലവ് യു യസ്താൻ. ഇതുകൊണ്ടും നമുക്കിനി ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും നമുക്ക് പോയി ഡ്രസ്സ് മാറാം. അവരവിടെ ടൈം അപ്പ് വിളിച്ചിട്ടാ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടി, ഷോർട്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പെനാൽറ്റി കളിക്കാന്ന് വിചാരിച്ചു നിൽക്കുകയാണ്. ഇത്തവണത്തെ നമ്മുടെ സൂപ്പർ ഫുട്ബോൾ പ്ലാനിങ് സക്സസ്ഫുള്ളി ഡൺ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ആയിരിക്കുമ്പോഴാണ് ഇതിന്റെ വേദനകളൊക്കെ എനിക്ക് അറിയുന്നത് കേട്ടാ. ഇനി നമുക്ക് തന്നിട്ടുള്ള ഹെൽമെറ്റും കയ്യിലെ ബാൻഡൊക്കെ ഊരി അവർ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ വെച്ചു. ഇനി നമുക്ക് ഡ്രസ് ചെയ്യാം. ആകെ ഓടി തളർന്ന് ക്ഷീണിച്ച് വേർത്ത് ഞാനേ. ഇനി കുറച്ച് സുന്ദരിയായിട്ട് കാണാം. കുറച്ച് വെള്ളം കുടിക്കട്ടെ. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഇറങ്ങി. അവന്മാരവിടെ കുളിക്കാണ് തോർത്തില്ലാത്ത പ്രശ്നത്തിനൊക്കെ നിൽക്കണേണ്. അവന്മാർ ഡ്രസ്സ് ചെയ്തിട്ടില്ല, നമ്മൾ ഡ്രസ്സ് ചെയ്തു, ഇറങ്ങി. വന്നപ്പോൾ സണ്ണില്ലാതെ, വലിയ സണ്ണില്ലാതെ കൊണ്ട് സൺസ്ക്രീൻ ഇട്ടില്ല, എടുത്തുമില്ല. ഇപ്പൊ നല്ല സണ്ണുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വിചാരിക്കുക. ഇപ്പം എത്രയായി? 9:30 മണിയായി. 9:30 മണി വരെ നമ്മൾ ഓരോരുത്തരെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. വേറെ പ്ലാനൊന്നുമില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. ആ വെയിലത്ത് പോയി നിന്നോ ചെല്ലി, വെയിലത്ത് പോയി നിന്നോ, പൊണങ്ങും. അവിടെ പോയിരിക്കട്ടെ, ഇറങ്ങുവാ. ഇവിടെ പെപ്സി, മിറിണ്ട, മിനറൽ വാട്ടറും മൗണ്ടൻ ഡ്യൂ അവക സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായിരുന്നു സംഭവം? സംസാരിക്കാം. എടാ എക്സ്പീരിയൻസ് പറയടാ പ്ലീസ്. ആരെങ്കിലും എക്സ്പീരിയൻസ് പറയും. നല്ല ആളെ ബാക്കിലായിരിക്കണം പറഞ്ഞല്ലോ, ഒട്ടും കാണൂല. പറ എക്സ്പീരിയൻസ് പറ ആരെങ്കിലും. തന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ പറയാൻ. ആ പറ. വാവായിരുന്നു വാവ്. ഇത് മറ്റേ ക്ലാസ്സിൽ ചോദിക്കുമല്ലോ മിസ്. അപ്പൊ ഓക്കെ 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 ഒന്നും പറയാനില്ലല്ലോ. തത്തം പറയൂ, തത്തം പറയൂ. ഫർസ് ഫോണിൽ നോക്കി സംസാരിക്കാൻ പറയണേ. അടി കൊറേ വട്ടം വീണിട്ട് പാവ കമ്മന്നടിച്ചു.
ഇനി എൻ്റെ വക എക്സ്പീരിയൻസ് പറയാം. അടിപൊളിയായിരുന്നു. കുറേ ഒന്നും എനിക്ക് കളിക്കാനൊന്നും പറ്റിയില്ല. എനിക്ക് വീഴോന്നൊക്കെ ഉള്ള വലിയ ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ പേജും സ്ഥലവും ഒക്കെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. എന്നെ അവർ കളിയാക്കേണ്ടി ഞാനിങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ, ഞാൻ ചെയ്യട്ടെ എന്നല്ല അവർ വിചാരിക്കുന്നത്. എന്നെ കളിയാക്കുന്നു. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു. സോ ബൈ ബൈ. അമ്മ ഇത് റീമേക്ക് ചെയ്യാൻ പോണേ കേട്ടാ. മൂസിലെ അരിഷ്ടോക്കിന്റെ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അതെന്തായാലും നടക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്റെ വീഡിയോ. സോ ബൈ ബൈ.